മാനസാന്തരത്തിന്റെ പടവുകൾ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്നു ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ തൊളിക്കോട് സ്വദേശി കെ വിനോഹറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. മന്നവർണ്ണിപ്പാൻ എഴുതല്ലേ എനിക്ക് തേടി വന്നു. പാരമ്പര്യ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഭാഗവത പാരായണത്തിൽ നിപുണരായ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് ഭക്തിഗാനമേളകളിലും ഭജനകളിലും ഗായകനായി ശോഭിച്ചിരുന്ന വിനോഹർ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഇന്ന് സുവിശേഷത്തിന്റെ വയലുകളിൽ നിരവധി ശുശ്രൂഷകളിൽ സജീവമാണ്. എൻ്റെ പേര് വിനോഹർ എന്നാണ്. എന്നെ അറിയപ്പെടുന്നത് വിനോദ് എന്നാണ്. ഞാൻ പുനലൂർ തൊളിക്കോട് വാർഡിൽ കലങ്ങുമുകൾ ഭാഗവതർ കുട്ടി ആശാൻ്റെയും കുഞ്ഞാമ്മ അമ്മയുടെ മകനാണ്, ഇളയ മകനാണ് ഞാൻ. എൻ്റെ സ്കൂൾ പഠനം കുതിരച്ചിറ LPസിലാണ്. അതിനുശേഷം ഞാൻ ഹൈസ്കൂള് ചെമ്മന്തൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠനമായി ആയത്. അവിടെ സംസ്ഥാന സ്കൂൾ ജില്ലാ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ എനിക്ക് പങ്കെടുക്കുവാനും സംസ്ഥാന കലോത്സവത്തിൽ ഏകദേശം 5 വർഷം ഞാൻ മത്സരിക്കുവാൻ അർഹനായി. അതിൽ ലളിതഗാനം, സമൂഹഗാനം എന്ന മത്സരത്തിന് എനിക്ക് A ഗ്രേഡ് ഫസ്റ്റ് പ്രൈസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലഭിക്കുവാൻ ഇടയായി. അവിടെ മുതൽ ഞാൻ കലാരംഗത്ത് കൊച്ചു ക്ലബ്ബുകളിലും കൊച്ചു സ്റ്റേജുകളിലും പാടുവാൻ എനിക്ക് അവസരം കിട്ടി. 14-15 വയസ്സിൽ പ്രൊഫഷണലായിട്ട് പാടുവാൻ ഇടയായി. അങ്ങനെ അനവധി ഗാനമേളകളിൽ പാടുവാൻ ഇടയായി. അവിടെ ഞാൻ ക്ഷേത്രങ്ങളിൽ പാടുവാനും ഡാൻസ് ഐറ്റങ്ങളിൽ പാടുവാനൊക്കെ എനിക്ക് അന്ന് ഇടയായി. അതിനുശേഷം ഞാൻ എൻ്റെ 21-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. അതിലെനിക്ക് 2 മക്കൾ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ കലോത്സവങ്ങളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അത് കഥകളി സംഗീതം എന്ന കലാവിരുന്നുകളിൽ പാടുവാൻ എനിക്ക് അന്നത്തെ എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് അവസരങ്ങൾ കിട്ടി. അനവധി പ്രൊഫഷണൽ കലാകാരന്മാരുമായിട്ട് എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായി. ഞാൻ അതിന് സ്വന്തമായി ഞാൻ പിന്നെ ശ്രുതിലയ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പ് പുനലൂരിനെ കേന്ദ്രീകരിച്ച് ചെയ്യുവാൻ ഇടയായി. ഏകദേശം 24 അടങ്ങുന്ന കലാകാരന്മാർ അടങ്ങുന്ന ഒരു ഗാനമേള ട്രൂപ്പ് 5 വർഷത്തോളം ഗാനമേള എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഒരു ട്രൂപ്പ് ഞാൻ രൂപീകരിക്കുവാൻ അതിന് ഇടയായി. എൻ്റെ സഹോദരി ഭാഗവത സപ്താഹ വായന ചെയ്യുന്ന സഹോദരിയാണ്. എന്നെ ഒരു ഭാഗവതരാക്കാനും ഒരു ഭാഗവതത്തിൻ്റെ സപ്താഹ വായനക്കാരനാക്കാനായിരുന്നു എൻ്റെ സഹോദരിയുടെ ആഗ്രഹം. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുന്നമേ നമ്മൾ കണ്ടെടുത്ത കർത്താവ് 7 മക്കളടങ്ങുന്ന എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ 7 മക്കളടങ്ങുന്ന ജീവിതത്തിൽ എന്നെ ആ വലിയ ക്രിസ്തു എന്നെ തൊട്ടു, എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടു, എൻ്റെ ദാസിയെ തൊട്ടു. ഇന്ന് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട വിനോഹർ കഴിഞ്ഞ ദീർഘകാലങ്ങളായി വിവിധ ഇടങ്ങളിലായി വാടക വീടുകൾ മാറി സുവിശേഷ വേല തുടരുകയാണ്.
മൃദുള്ള പാണികളാലേ. ഏകദേശം ഒരു 2016 കാലഘട്ടമൊക്കെ ആയപ്പോൾ എനിക്ക് വീടിൻ്റെ കടഭാരം ഏകദേശം 4.25 ലക്ഷം രൂപ കടം വരുവാൻ ഇടയായി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, എൻ്റെ മക്കളോട് പറഞ്ഞ്, അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് തന്നെ അറിയാൻ വയ്യ. ഏകദേശം ആ ഡേറ്റ് പൈസ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത സാമ്പത്തികം ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേർക്ക് കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം എന്നിൽ നിന്ന് വിട്ടുമാറി. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഞാൻ പറയും, ഇനി നമുക്ക് ജീവിതമില്ല, ഇനി നമുക്ക് ആത്മഹത്യ ചെയ്യാം, ഇനി അതല്ലാതെ നമ്മുടെ മുന്നിൽ മാർഗമില്ല. ആ പൈസ കൊടുത്തില്ലെങ്കിൽ അവരെൻ്റെ പേർക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ട് പിന്നെ നമുക്ക് ഒരു മാർഗ്ഗമില്ല. ഏകദേശം ആ സമയത്തും ഏകദേശം 3.25 ലക്ഷം 4 ലക്ഷം രൂപ അടുത്ത് കടം എനിക്ക് കിടപ്പുണ്ട്. ഇനി ഞങ്ങളുടെ മുന്നിൽ മരണമല്ലാതെ വേറൊരു മാർഗമില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്കറിയില്ല, ഭാര്യയ്ക്കും എനിക്കും മാത്രമേ അറിയാവൂ. ഞങ്ങൾ വിഷം കലക്കി ആഹാരത്തിൽ കഴിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇടയായി. ആ സമയത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്ന അരുമനാഥനായ കർത്താവിൻ്റെ കരം ഞങ്ങളോട് ഇടപെട്ടു. എൻ്റെ ഒരു പ്രിയ സഹോദരൻ ഏകദേശം ഒരു ബന്ധമില്ലാതെ 10-15 വർഷം ശേഷം, ഞാൻ കണ്ടിട്ടേയില്ല, 15 വർഷത്തിനു ശേഷം എൻ്റെ പ്രിയ ഒരു സഹോദരൻ, ഒരു ദൈവ പൈതൽ എന്നെ കാണുവാൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നു. അതുവരെ യേശു എന്താണെന്നും യേശുവിൻ്റെ നാമം എന്താണെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആകപ്പാടെ തകർന്ന്, മാനസികമായി തകർന്ന് ഒരു വിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്താണ് ആ സഹോദരൻ, ആ ദൈവദാസൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ചെറിയ സിറ്റ് ഔട്ടിൽ ഒരു കസാരയിട്ട് മുടിയും വളർത്തി ഷേവും ചെയ്യാതെ ഒരു മാനസികമായ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ആ സഹോദരൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ച സമയത്ത് ഞാൻ ആകപ്പാടെ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. ഞാൻ ആകപ്പാടെ മാനസികമായി തകർന്നു. ഉടനെ ആ സഹോദരൻ എൻ്റെ വീട്ടിലോട്ട് കടന്നു വന്നു. ഞാൻ സഹോദരനെ കാണാൻ വന്നതാണ്, എനിക്ക് ആ സഹോദരൻ്റെ ഒരു മുഖം എൻ്റെ ദൈവം എന്നെ കാണിച്ചു, അതുകൊണ്ട് എനിക്ക് സഹോദരൻ്റെ അടുത്ത് പോയി സംസാരിക്കണമെന്ന് ആ ദൈവദാസൻ പറയാനിടയായി. അങ്ങനെ എന്നോട്, എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് മൊത്തം റബ്ബർ തോട്ടമാണ്. അവിടെ എന്നെ കൊണ്ടുപോയി 3 മണിക്കൂറോളം ഈ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്നോട് പറയുവാൻ ആ ദൈവദാസൻ ഇടയായി. അങ്ങനെ ഞാൻ 3 മണിക്കൂറോളം ദൈവദാസനൊപ്പം ഈ കർത്താവിൻ്റെ സുവിശേഷം, ഈ സത്യസുവിശേഷത്തിൻ്റെ ആഴം എൻ്റെ ചെവിയിൽ പറയുവാൻ ഇടയായി. ആ വചനത്തിൻ്റെ അല്ലെങ്കിൽ ആ സാക്ഷ്യത്തിൻ്റെ വിത്തുകൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചപ്പോഴേ ഞാൻ എന്താണ് ചിന്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഭാരപ്പെട്ടത്, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും വിട്ടുമാറി. ഞാൻ അവിടെ സഹോദരനോട് എൻ്റെ അടുത്ത് ദേവദാസൻ പറഞ്ഞപ്പം എനിക്ക് യേശുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ വചനത്തെക്കുറിച്ചോ ഒന്നും ആ സമയത്ത് അറിയില്ലായിരുന്നു. അന്ന് ആ ദേവദാസൻ പറഞ്ഞ ആ 2-3 സാക്ഷ്യങ്ങളാണ് എന്നെ ഇന്ന് ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരിക്കുവാനിടയായത്. അന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 മക്കളും ആ ആഹാരത്തിൽ കഴിച്ചു മരണപ്പെട്ടെങ്കിൽ ഈ നിത്യത്വ സ്നേഹത്തിൻ്റെ രക്ഷകനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകത്തില്ലായിരുന്നു. വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് ആ നീതിയുള്ള വലംകരം, ആ വലം കൈ ഞങ്ങളെ താങ്ങുന്ന, ഞങ്ങളെ കരുതുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളിന്ന് രുചിച്ചറിഞ്ഞു. 2016-17 അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഇന്ന് സ്വർഗം ഞങ്ങൾക്ക് തന്നു. സന്തോഷകരമായി ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഐക്യതയായി ഞങ്ങൾ ജീവിക്കുന്നു. എനിക്ക് ദാനമായി തന്ന എൻ്റെ 2 മക്കൾ, എനിക്ക് ഭാര്യയായി തന്ന ദാസി, അവരന്ന് എന്നെ കൈവിട്ടായിരുന്നെങ്കിൽ, അവരും എന്നെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ ഞാനൊരു നരകത്തിലേക്ക് ചെന്ന് ആയേന്. എന്നാൽ ആ ദുഃഖത്തിലും പ്രയാസത്തിലും ഭാരത്തിലും എന്നെ കൈത്താങ്ങിയ എൻ്റെ മക്കൾ, ദാസി, ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഈ 2026 ഒരു സന്തോഷത്തിലാണ് എൻ്റെ ഹൃദയവും
എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും. എനിക്ക് തന്ന ഈ സ്നേഹം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ സകല വചനം കൊണ്ട് ജീവിക്കുന്ന ഈ എളിയ മക്കളെ ആ കർത്താവ് തൊട്ടു. ആ വലിയ കരം ഞങ്ങളെ സ്നേഹിച്ചു. ആ വലിയ കരത്തിൽ ഇന്ന് ഞങ്ങളായിരിക്കുന്നു. ഇനിയുള്ള ജീവിതം മൊത്തം 43-ാമത്തെ വയസ്സിൽ ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ വർഷം തന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കുവാനിടയായി. ഇന്ന് 2026 ഞങ്ങൾ കുടുംബമായി ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നു. താൻ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകരിലേക്ക് പകരുവാൻ ക്രൈസ്തവ ഗാനരചയിതാവ് എന്ന നിലയിലും ക്രൈസ്തവ ഗായകൻ എന്ന നിലയിലും പ്രാർത്ഥനാ കൂടാരം എന്ന തൻ്റെ ശുശ്രൂഷയിലൂടെ പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും മുറ്റത്തെ കൺവെൻഷനുകളും ക്രമീകരിച്ച് സുവിശേഷവേല തുടരുകയാണ് കുടുംബമായി വിനോഹർ. യേശുനാഥ എൻ ജീവനാഥ, നീ വരണേ, എന്നിൽ നീ വരണേ. യേശുനാഥ എൻ ജീവനാഥ, നീ വരണേ, എന്നിൽ നീ വരണേ. ആശ്രയമേകാൻ അഭയം നൽകാൻ കരുണാമയനേ, നീ വരണേ. ആശ്രയമേകാൻ അഭയം നൽകാൻ കരുണാമയനേ, നീ വരണേ. 2025 വന്മള എന്ന പറയുന്ന സ്ഥലത്ത് ഞാൻ ഇതേ വാടകയ്ക്ക് താമസിക്കുന്ന സമയമായിരുന്നു. അന്നും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേക പരസ്യയോഗങ്ങൾ അല്ലാതെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ ദൈവദാസന്മാരുടെ കൂടെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ 2025 ഏകദേശം 3-4 പരസ്യയോഗ ടീമിൽ പാടുവാൻ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 2025 എനിക്ക് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ചെയ്യുവാൻ ദൈവാത്മാവിൽ ഒരു പ്രേരണത കർത്താവ് തന്നു. ആ 2025 ഞാനും എൻ്റെ വൈഫും വന്മള എന്ന് പറയുന്ന വാടക വീട്ടിൽ ഞങ്ങൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ദൈവത്താൽ തീരുമാനിച്ച് നിയോഗിച്ച് പ്രാർത്ഥിച്ചു. ആ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിൽ 7-ാമത്തെ പകലിൽ കർത്താവിൻ്റെ ദാസന്മാർ ഒരു ദൂത് ഞങ്ങളോട് വെളിപ്പെടുത്തി. ഒരു പ്രാർത്ഥനാ കൂടാരം എന്ന ഒരു കുടുംബം, നിങ്ങൾ പാർക്കുന്ന കൂടാരങ്ങളിലെല്ലാം, പാർക്കുന്ന ഭവനങ്ങളിലെല്ലാം നിങ്ങൾ ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകണം. അനേകർ നിങ്ങളുടെ ഭവനങ്ങൾ തേടി പ്രാർത്ഥിക്കുവാൻ വരും. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഒരു പ്രാർത്ഥന വീട് അല്ലെങ്കിൽ മുറി അന്വേഷിച്ച് ഒരു ദൂത് ഞങ്ങളോട് പറഞ്ഞു. ആ ദൂത് ഏറ്റെടുത്ത് ഞങ്ങൾ ആ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞു. ആ ദൂതിനെ ആസ്പദമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2025 ഒക്ടോബറിൽ ഞങ്ങൾ ആ പ്രാർത്ഥന ഞാനും എൻ്റെ മകനും എൻ്റെ ദാസിയും കൂടെ ഒറ്റയ്ക്ക് ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചെറിയൊരു പ്രാർത്ഥനയായി തുടങ്ങി. അനേക എൻ്റെ കൂടെ സഹകരിക്കുന്ന ഞാൻ പോകുന്ന ടീമിലെ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരും വരുവാനിടയായി. ആ ചെറിയ പ്രാർത്ഥന അന്ന് തുടങ്ങിയത് പ്രാർത്ഥനാ കൂടാരം എന്ന ഒരു ചെറിയ മിനിസ്ട്രി പ്രവർത്തനം ഞങ്ങൾ ഏകദേശം കർത്താവിൻ്റെ ദാസന്മാരെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നു. ആ കർത്താവിൻ്റെ ദാസന്മാരാണ് ഈ കൂടാരത്തെ ഇത്രയും അനുഗ്രഹമായി എനിക്കൊപ്പം എൻ്റെ ഈ പ്രാർത്ഥനാ മുറിയിൽ എനിക്കൊപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനും എനിക്ക് എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് എന്നെ ഒരു നല്ല ഒരു പാതയിലേക്ക് നടത്തുവാൻ എൻ്റെ കൂടെ എനിക്കൊപ്പം എന്നെ കൈത്താങ്ങിയ എൻ്റെ കർത്താവിൻ്റെ ദാസന്മാരാണ് ആ പ്രാർത്ഥന കൂടാരമെന്ന മിനിസ്ട്രി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾ ഒരു മാസത്തിൽ ഞങ്ങൾ ഏകദേശം എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥന കൂടാരമെന്ന ഒരു പ്രാർത്ഥന ഞങ്ങൾ വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ ഈ പ്രാർത്ഥന മുറിയിൽ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെ അവസാനം 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ചെയ്യുന്നു. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും ബൈബിൾ ക്ലാസ് ഞങ്ങളിവിടെ എടുക്കുന്നു. ഏകദേശം 9-10 പേരോളം ബൈബിൾ പഠിക്കുന്നു.
പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, ഷാജി കട്ടപ്പന എന്ന് പറയുന്ന ദൈവദാസനാണ് ഈ ബൈബിൾ ക്ലാസ് ഞങ്ങൾക്കൊപ്പം നടത്തുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂടാരം എന്ന മിനിസ്ട്രി ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഞങ്ങളെ പിന്താങ്ങുവാനും ഞങ്ങൾക്കൊപ്പം ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ കൈത്താങ്ങിയ പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയ സാബു അഞ്ചൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എൻ്റെ ഒരു സഹോദരനാണ്. ആ കർത്താവിൻ്റെ ദാസനും ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കൂടാരത്തിൽ ഒരംഗമാണ്. അങ്ങനെ അതിനുശേഷം അനവധി കർത്താവിൻ്റെ ദാസന്മാർ ഈ കൂടാരത്തിൽ, ഏകദേശം 10-24 കർത്താവിൻ്റെ ദാസന്മാർ, പല സഭകൾ, ഇൻഡിപെൻഡൻറ്റ് സഭകൾ, ചർച്ച് ഓഫ് ഗോഡ്, EAG, IPC, ന്യൂ ഇന്ത്യ, അങ്ങനെ WOM, അങ്ങനെ അനവധി ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ വന്നു പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ പിന്താങ്ങുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാ മാസത്തിൻ്റെ അവസാനം ഒരു മുടിരാത്രി പ്രാർത്ഥന രാത്രി 9 മണി മുതൽ വെളുപ്പിനെ 5 മണി വരെ ഒരു മുടിരാത്രി പ്രാർത്ഥന ചെയ്യുന്നു. ഇപ്പോൾ 2026 ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച പ്രെയർ ആരംഭിക്കുന്നു. മുറ്റത്ത് കൺവെൻഷൻ, അതുപോലെ പരസ്യയോഗങ്ങൾ, ഇത്രയും മിനിസ്ട്രിയാണ് പ്രാർത്ഥനാ കൂടാരം എന്ന ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ തന്ന എൻ്റെ ദൈവദാസന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, മറ്റ് ഇതര സഹോദരങ്ങൾ എല്ലാവരും ഈ പ്രാർത്ഥനാ കൂടാരത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ആരാധനയിൽ എന്നാഥനേ, ആരാധനയിൽ സ്തുതിനാഥനേ, ആരാധനയിൽ എന്നാഥനേ, ആരാധനയിൽ സ്തുതിനാഥനേ. സ്വർഗം തുറക്കുന്ന ഈ നിമിഷം പ്രിയമണവാ. ഭാര്യ സുനിതയോടും മക്കളായ ശ്രുതി, വിവേക് എന്നിവർക്കുമൊപ്പം പുനലൂരിന് സമീപം വാടക ഭവനത്തിൽ താമസിച്ച് കുടുംബമായി സുവിശേഷ വേലയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വിനോഹർ. പോയ കാലത്തെ അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും വിമോചിതനായി താൻ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകരിലേക്ക് പകർന്നുകൊണ്ട് തൻ്റെ ജീവിതം തുടരുകയാണ് വിനോഹർ. ആരാധനയിൽ സ്തുതിനാഥനേ, ആരാധന. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിരവധിയായ പ്രതിസന്ധികൾക്കും അനവധിയായ ദുരനുഭവങ്ങൾക്കും നടുവിലും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട നിസ്സഹായമായ അവസ്ഥകളിലും ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ച് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി സുവിശേഷത്തിൻ്റെ വയലുകളിൽ ജീവിതം തുടരുകയാണ് ഇന്ന് വിനോഹർ. ആരാധന തുല്യം ചൊല്ലാ. സ്വന്തമായി കിടപ്പാടമില്ലാതെ ശൂന്യതകൾക്ക് നടുവിലും താൻ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ സുവിശേഷത്തിൻ്റെ പാതകളിൽ കുടുംബമായി ജീവിതം തുടരുന്ന സഞ്ചാര സുവിശേഷകൻ പുനലൂർ തൊളിക്കോട് സ്വദേശി കെ വിനോഹറിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ശൂണിതലേ ക്ഷീണം ഭവിച്ചിടാതെ